ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹോസ്റ്റിംഗ്. സെർവന്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഒടുവിലായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആരാണ്? പോർച്ചുഗീസുകാർ. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ പങ്കെടുത്തത് ഏത് വർഷമാണ്? 1883. ഉപ്പ് സത്യാഗ്രഹത്തിലെ പ്രഥമ സത്യാഗ്രഹി ആരായിരുന്നു? വിനോബ ഭാവെ. രവീന്ദ്രനാഥ ടാഗോറിന്റെ ഏത് പുസ്തകത്തിനാണ് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്നത്? ഗീതാഞ്ജലി. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം? 1928. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യനായിരുന്ന പ്രശസ്ത വ്യക്തി ആരാണ്? സ്വാമി വിവേകാനന്ദൻ. നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ച് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചതിൽ മുഖ്യ പങ്ക് വഹിച്ച നേതാവ് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം? 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന പൗര അവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? 6. ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് എന്നാണ്? 1948 ജനുവരി 30. ലോക് നായക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ജയപ്രകാശ് നാരായണൻ. ജഗ്ജീവൻ റാമിന്റെ സമാധി സ്ഥലം എവിടെയാണ്? സമതാസ്ഥാൻ. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? ബാലഗംഗാധര തിലകൻ. ഗാന്ധിയൻ സാമ്പത്തിക ദർശനം അനുസരിച്ച് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ഗ്രാമങ്ങൾ. ഏത് ഗ്രന്ഥത്തെക്കുറിച്ചാണ് അത് എൻ്റെ അമ്മയാണ് എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത്? ഭഗവത്ഗീത. ശിപ്പായി ലഹള തുടങ്ങി വെച്ചത് ആരായിരുന്നു? മംഗൽ പാണ്ഡെ. കൃഷ്ണകാന്തിന്റെ സമാധി സ്ഥലം എവിടെയാണ്? നിഗം ബോധ് ഘട്ട്. ഗാന്ധിജിയെക്കുറിച്ചുള്ള ഗാന്ധി എന്ന സിനിമയിൽ പുറത്തിറക്കിയ സിനിമയിൽ ഗാന്ധിയായി വേഷമണിഞ്ഞ നടൻ ആരാണ്? ബെൻ കിങ്സ്ലി. ഗാന്ധിജിയുടെ ആഹ്വാനമനുസരിച്ച് കേരളത്തിൽ നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആരായിരുന്നു? കെ കേളപ്പൻ. 3 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആവുകയും പിന്നീട് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ആദ്യത്തെ ഇന്ത്യൻ അംഗവുമായ മഹാൻ? ദാദാഭായ് നവറോജി. ഡിസ്കവറി ഓഫ് ഇന്ത്യ ആരുടെ ഗ്രന്ഥമാണ്? ജവഹർലാൽ നെഹ്റു. മറാത്തി ഭാഷയിൽ കേസരി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആരായിരുന്നു? ബാലഗംഗാധര തിലകൻ. എവിടെ വെച്ചാണ് മുസ്ലിം ലീഗ് രൂപവൽകൃതമായത്? ധാക്ക. രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന കാലത്ത് ജർമ്മനി, ജപ്പാൻ എന്നിവിടങ്ങളിൽ പോവുകയും ജപ്പാനിൽ വെച്ച് വിമാന അപകടത്തിൽ മരിക്കുകയും ചെയ്തു. ആരാണ് ഇദ്ദേഹം? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയെ ഏറെ സ്വാധീനിച്ച ഗ്രന്ഥമായ അൺടു ദി ലാസ്റ്റിന്റെ കർത്താവ് ആരാണ്? ജോൺ റസ്കിൻ. ഒന്നുകിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ച് ഞാൻ മടങ്ങും, അല്ലെങ്കിൽ എൻ്റെ മൃതശരീരം അറബിക്കടലിൽ ഒഴുകുന്നത് കാണാം. ഗാന്ധിജി ഇത് പറഞ്ഞത് എപ്പോഴാണ്? ദണ്ഡി യാത്ര തുടങ്ങും മുൻപ്. മിന്റോ മോർലി ഭരണപരിഷ്കാരത്തിന്റെ അടിസ്ഥാന നയം എന്തായിരുന്നു? ഭിന്നിപ്പിച്ച് ഭരിക്കുക. ഏത് യുദ്ധത്തിന്റെ ഫലമായിട്ടാണ് മലബാർ മുഴുവനും ബ്രിട്ടീഷ് അധീനതയിൽ ആയത്? 3-ാം മൈസൂർ യുദ്ധം. സൈനിക സഹായ വ്യവസ്ഥയിൽ ആദ്യമായി ഒപ്പുവെച്ച ഭരണാധികാരി ആരാണ്? ഹൈദരാബാദ് നൈസാം. 1857 ഒളിപ്പോർ സമ്പ്രദായത്തിലൂടെ ബ്രിട്ടീഷ് സൈന്യത്തെ നേരിട്ട നേതാവ് ആരാണ്? താന്തിയ തോപ്പി. ആനി ബസന്റ് സ്ഥാപിച്ച സംഘടന ഏതാണ്? ബ്രഹ്മവിദ്യാ സംഘം. 1929 ലാഹോറിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. 1932 സിവിൽ ആജ്ഞ ലംഘന പ്രക്ഷോഭം പിൻവലിക്കപ്പെട്ടത് ഏത് സന്ധി അനുസരിച്ചാണ്? ഗാന്ധി ഇർവിൻ സന്ധി.
ഇന്ത്യ ഭരണം ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് ഏറ്റെടുത്തത് വിക്ടോറിയയുടെ വിളംബരം മൂലമായിരുന്നു. ഏത് വർഷമായിരുന്നു ആ വിളംബരം നടന്നത്? 1858. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ ഒരു പ്രധാന സംഭവ വികാസമായിരുന്നു അത്. ഏതാണ് ആ സംഭവം? മാപ്പിള ലഹള. ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ ഗാന്ധിജി രൂപീകരിച്ച സംഘടന ഏതായിരുന്നു? നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. ഗാന്ധിജിയുടെ ജന്മസ്ഥലം എവിടെയാണ്? ഗുജറാത്തിലെ കത്തിയവാറിലെ പോർബന്ദർ എന്ന സ്ഥലത്ത്. ശിപ്പായി ലഹളയെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് ആരായിരുന്നു? മഹാത്മാഗാന്ധിജി. ഇന്ത്യൻ ഫിലോസഫി എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അഭിനവ് ഭാരത് എന്ന വിപ്ലവ സംഘടന സ്ഥാപിച്ചത് ആരാണ്? വീർ സവർക്കർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയായിരുന്ന സൈനിക മേധാവി ജനറൽ ഡയറിനെ വർഷങ്ങൾക്ക് ശേഷം വധിച്ചത് ആരായിരുന്നു? ഉദ്ധം സിംഗ്. ലണ്ടനിൽ വെച്ച് ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് 3 സമ്മേളനങ്ങൾ നടന്നു. ഏത് പേരിലാണ് ഇത് അറിയപ്പെടുന്നത്? വട്ടമേശ സമ്മേളനങ്ങൾ. ഇന്ത്യയിലെ വിപ്ലവകാരികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം? ബന്ദി ജീവൻ. 1872 ഫെബ്രുവരി 8 ആൻഡമാനിൽ വെച്ച് വൈസ്രോയി മയോയെ വധിച്ചത് ആരാണ്? ഷേർ അലി. ഏത് ജയിലിൽ വെച്ചാണ് ഗാന്ധിജി ആത്മകഥ എഴുതി തുടങ്ങിയത്? യർവാദ ജയിലിൽ. ഗാന്ധിജിക്ക് സിവിൽ നിയമലംഘനം എന്ന ആശയം ആരിൽ നിന്നാണ് ലഭിച്ചത്? ഹെൻറി ഡേവിഡ് തോറോ. ദക്ഷിണ ആഫ്രിക്കയിൽ വെച്ച് ജനറൽ സ്മാർട്സുമായി ഗാന്ധിജി ഉടമ്പടിയിൽ ഏർപ്പെട്ടതിൽ പ്രതിഷേധിച്ച് അദ്ദേഹത്തെ ആക്രമിച്ച ഇന്ത്യൻ തീവ്രവാദി ആരാണ്? മിർ അലം ഖാൻ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ കപ്പൽ സൂററ്റിൽ എത്തിയത് എന്നാണ്? 1608 ഓഗസ്റ്റ് 24. റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സേന പ്ലാസി യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത് ആരെയാണ്? ബംഗാൾ നവാബായിരുന്ന സിറാജ് ഉദ് ദൗള. ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത് എന്തിനെയാണ്? 1854 വുഡ്സ് ഡെസ്പാച്ച്. 1836 കേരളത്തിൽ സമത്വ സമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് ആരാണ്? MN റോയ്. ഇന്ത്യയിൽ ടെലഗ്രാഫ് സംവിധാനം ആരംഭിച്ചത് ആരാണ്? ഡൽഹൌസി പ്രഭു. വെല്ലസി പ്രഭു സ്വയം വിശേഷിപ്പിച്ചത് ഏത് പേരിലായിരുന്നു? ബംഗാൾ ടൈഗർ. പോർട്ട് ബ്ലെയറിൽ ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച കൂറ്റൻ ജയിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കാലാപാനി. 1901 തിരുവിതാംകൂർ സന്ദർശിച്ച ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? കഴ്സൺ പ്രഭു. ലാല ലജ്പത് റായ് അന്തരിച്ചത് എന്നായിരുന്നു? 1928 നവംബർ 17. സുഭാഷ് ചന്ദ്രബോസിനെ ദേശ് നായക് എന്ന് വിളിച്ചത് ആരായിരുന്നു? രവീന്ദ്രനാഥ ടാഗോർ. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു? രാമചന്ദ്ര പാണ്ഡുരംഗ. പപ്പായ ആദ്യമായി ഇന്ത്യയിൽ എത്തിച്ച വിദേശികൾ ആരാണ്? പോർച്ചുഗീസുകാർ. ഇന്ത്യയിലെ ഒടുവിലത്തെ ഫ്രഞ്ച് അധീന പ്രദേശം ഏതാണ്? മാഹി. ഇന്ത്യയിൽ ആദ്യമായി കനേഷുമാരി കണക്കെടുപ്പ് നടന്ന വർഷം? 1871. ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ട ഏതാണ്? 1803 പണിത പള്ളിപ്പുറം കോട്ട. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അന്വേഷിച്ച കമ്മീഷൻ? ഹണ്ടർ കമ്മീഷൻ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആരെയാണ്? അരുണ അസഫ് അലി. ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപകൻ? മദൻ മോഹൻ മാളവ്യ. ഡൽഹി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? സി കൃഷ്ണൻ നായർ.
ബർമ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും വേർപെട്ട വർഷം 1937. ചേരി ചേര പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? ബെൽഗ്രേഡ്.